അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു ഏഷ്യൻ സെഷനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ ഒരു ലണ്ടൻ സെഷനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്ന് പറഞ്ഞു തരാമോ? ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന സീരീസിന്റെ വിജയകരമായിട്ടുള്ള 10ാമത്തെ എപ്പിസോഡാണിത്. അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ലണ്ടൻ സെഷനെ കുറിച്ചിട്ട് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് പോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രം തന്നെ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു ഏഷ്യൻ സെഷനിൽ വോൾട്ടാലിറ്റിയും ലിക്വിഡിറ്റി എല്ലാം എന്താണ് കുറവാണ്. പക്ഷേ ഈ ഒരു ലണ്ടൻ സെഷൻ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വോൾട്ടാലിറ്റിയും ലിക്വിഡിറ്റി എല്ലാം നല്ല രീതിക്ക് തന്നെ കൂടുതലാണ്. ആയതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലണ്ടൻ സെഷനിൽ കുറേ അധികം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണ് ഈ ഒരു ലണ്ടൻ സെഷനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്, അത്രത്തോളം തന്നെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലണ്ടൻ സെഷനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ്സിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് തരാം. അതായത് ഫോറക്സ് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ലണ്ടൻ സെഷൻ തന്നെയാണ്. ഫസ്റ്റ് പോയിന്റ്, ഈ ഒരു ലണ്ടൻ സെഷൻ മറ്റ് മേജർ സെഷനുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇത് മുൻപത്തെ എൻ്റെ ഒരു ടൈമിനെ കുറിച്ച് പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. അതായത് ഈ ഒരു ഏഷ്യൻ സെഷൻ അവസാനിക്കാനാവുമ്പോഴാണ് ഒരു ലണ്ടൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലണ്ടൻ അവസാനിക്കാനാവുമ്പോഴാണ് ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടവിടെയും ഒരു രണ്ട് മേജർ സെഷൻ്റെയും ക്രോസസ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ലണ്ടൻ സെഷൻ ഉള്ളത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കാവുന്നത് തന്നെയുള്ളൂ, ഈ ഒരു ഫോറക്സ് ട്രാൻസാക്ഷൻ നല്ല രീതിക്ക് കൂടുതലുള്ളത് തീർച്ചയായിട്ടും ഏത് സെഷനിൽ തന്നെയായിരിക്കും? ഈ ഒരു ലണ്ടൻ സെഷനിൽ തന്നെയായിരിക്കും. സെക്കൻഡ് പോയിന്റ്, ഈ ഒരു നമ്പർ ഓഫ് ഫോറക്സ് ട്രാൻസാക്ഷൻ കൂടുതലായത് കൊണ്ട് തന്നെ ഈ ഒരു ലണ്ടൻ സെഷനിൽ വോൾട്ടാലിറ്റി നല്ല രീതിക്ക് കൂടുതലായിരിക്കും. തേർഡ് പോയിന്റ്, ഈ ഒരു ഫോറക്സ് മാർക്കറ്റിലോട്ട് ലണ്ടൻ സെഷൻ ഏകദേശം 35 to 40% വോളിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഏഷ്യൻ സെഷൻ ഏകദേശം എത്ര വോളിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 20% ആണ്. അപ്പോൾ ഈ ഒരു 20% വലുതാണോ ചെറുതാണോ എന്ന് അറിയാനായിട്ട് മറ്റ് സെഷൻ്റെ ഏകദേശം ആവറേജ് വോളിയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാകും, അത് ഏഷ്യൻ സെഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വോളിയത്തിൻ്റെ ഏകദേശം ഇരട്ടിയോളം തന്നെ ഈ ഒരു ലണ്ടൻ സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം ഒരു ആവറേജ് കണക്ക് തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലേ. ഫോർത്ത് പോയിന്റ്, ഈ ഒരു ലണ്ടൻ സെഷനിൽ നല്ല രീതിക്ക് തന്നെ വോൾട്ടൈൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ സ്പ്രെഡ് എന്നുള്ളത് വൈഡൻ ആയിരിക്കുമോ ടൈറ്റൻ ആയിരിക്കുമോ? നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഊഹിക്കാവുന്നത് തന്നെയുള്ളൂ, തീർച്ചയായിട്ടും സ്പ്രെഡ് ടൈറ്റൻ തന്നെയായിരിക്കും. ഫിഫ്ത്ത് പോയിന്റ്, ഞാൻ തുടക്കം മുതലേ ഈ ഒരു ലണ്ടൻ സെഷൻ നല്ല രീതിക്ക് ലിക്വിഡിറ്റി ആണ്, നല്ല രീതിക്ക് വോൾട്ടൈൽ ആണ് എന്നുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഈ ഒരു ലണ്ടൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെയും അത്രയും നേരം അത് വോൾട്ടൈൽ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ലണ്ടൻ സെഷൻ്റെ മിഡിലെത്തുമ്പോൾ ആ ഒരു വോൾട്ടാലിറ്റിക്ക് നേരിയൊരു കുറവ് കാണാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അവിടുത്തെ ലഞ്ച് ടൈമാണ്. ആയതിനാൽ തന്നെ ആ ഒരു സമയത്ത് വോൾട്ടാലിറ്റി കുറവാകാനായിട്ട് ചെറിയൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. സിക്സ്ത് പോയിന്റ്, ഈ ഒരു ലണ്ടൻ സെഷൻ അവസാനിക്കുമ്പോൾ ഏത് സെഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ന്യൂയോർക്ക് സെഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലണ്ടൻ സെഷൻ അവസാനിക്കാനാവുമ്പോൾ അതിൻ്റെ ട്രെൻഡിൽ ചെറിയ രീതിയിലുള്ള ചേഞ്ചും കാര്യങ്ങളെല്ലാം റിവേഴ്സ് എല്ലാം നമുക്ക് കാണാറുമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലണ്ടൻ സെഷൻ നല്ല രീതിക്ക് വോൾട്ടൈലാണ്, നല്ല രീതിക്ക് ലിക്വിഡിറ്റിയാണ്, കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ടെക്നിക്കൽ അനാലിസിസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലണ്ടൻ സെഷൻ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് ഉചിതമാണ് എന്നുപോലെയുള്ള കുറേ തോട്ട്സും കാര്യങ്ങളെല്ലാം വന്നാലും തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലണ്ടൻ സെഷനിൽ ഏത് കറൻസി പെയർ ആയിരിക്കും ട്രേഡ് ചെയ്യാൻ നല്ലത് എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു ഉത്തരം പറയുകയാണെങ്കിൽ അത് ഇപ്പോൾ ഈ ഒരു നല്ല രീതിക്ക് ലിക്വിഡിറ്റി ആയതുകൊണ്ട് തന്നെ ഏത് കറൻസി പെയറും നല്ലത് തന്നെയാണ്. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ല ഫേമസ് ആയിട്ടുള്ള മേജർ കറൻസി പെയർ തന്നെയാണ് ഈ ഒരു ലണ്ടൻ സെഷനിൽ ഈ ഒരു ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലണ്ടൻ സെഷൻ്റെ സമയത്ത് യൂറോപ്പിൽ നിന്നുള്ള കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതും ഈ ഒരു മാർക്കറ്റിലെ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ വരുത്താറുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് അവെയർ ആയി കഴിഞ്ഞാൽ നമുക്കും ഇതിലോട്ട് നല്ല രീതിക്ക് ട്രേഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അതൊക്കെ അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു ലണ്ടൻ സെഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സെഷനുമായിട്ട് വരാം. ഓക്കെ.